ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനത്തിനായിട്ട് തുടർന്നുള്ള സമയം നാം മാറ്റിവെക്കുകയാണ്. Tonight we're going to set apart a time for Word of God and meditation. വളരെ നല്ല ആത്മീയ ഗാനങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. We were receiving very good spiritual songs a few minutes ago. ഈ ഗാനങ്ങളിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയും പരിശുദ്ധാത്മ നിറവ് അനുഭവിക്കുകയും ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിച്ചു. The Lord helped us to enjoy these songs and to experience the power of the Holy Spirit. തുടർന്നും ദൈവവചനത്തിന്റെ അനുഗ്രഹങ്ങൾക്കായി സമർപ്പണത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. Let us sit in the presence of God, submission for the blessings of the Word of God this evening. പല പല സാഹചര്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. We have come here from various different circumstances. ഓരോരുത്തരുടെയും മാനസിക നില വ്യത്യസ്തങ്ങളാണ്. Everyone's mindset is different now. എല്ലാവരെയും മനസ്സിലാക്കുന്ന ആരും ഇവിടെയില്ല. There is nobody over here who understands everyone over here. നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആളെ പോലും നിങ്ങൾക്ക് വേണ്ടതുവണ്ണം അറിയില്ല. You may not know the person sitting next to you completely. എന്നാൽ But നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ശരീരത്തിന്റെ അവസ്ഥ, നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ, നിങ്ങളുടെ ജോലിയുടെ അവസ്ഥ എല്ലാം കൃത്യമായി അറിയാവുന്ന കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. But there is a person who knows your mind, your thought, your workplace, your family, and that is Lord Jesus Christ who is here today. അതുകൊണ്ട് പുറകിലിരുന്നാലും മുമ്പിലിരുന്നാലും നിങ്ങളെ കർത്താവ് നന്നായി കാണുന്നുണ്ട്. Whether you sit in the front or you sit in the back, the Lord sees and watches you. എന്താണ് ഇന്ന് ഈ വചന ശുശ്രൂഷ കൊണ്ട് നമുക്ക് സംഭവിക്കേണ്ടത്? What should happen from the ministry of the Word of God today? എന്താ നമുക്ക് ലഭിക്കേണ്ടത്? What should we receive from the Word of God today? പുതിയ ഒരു പ്രസംഗം ആണോ? Is it a new preaching? അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാം നമുക്ക് നഷ്ടമാണ്. If then our program for today is just a waste. കാരണം പുതിയ പ്രസംഗമൊക്കെ ഇപ്പൊ ഇന്റർനെറ്റിൽ കിട്ടും. Because you will receive new preachings of new sermons through the internet. എന്താണ് ഇന്ന് രാത്രിയിൽ നമുക്ക് ലഭിക്കേണ്ടത്? What should we receive this evening? വാസ്തവത്തിൽ കർത്താവിന്റെ സാന്നിധ്യമാണ് നമുക്ക് ഇന്ന് രാത്രി വേണ്ടത്. We definitely and really need the presence of our Lord Jesus Christ today. അതിനപ്പുറത്ത് കർത്താവിന്റെ സ്പർശനമാണ് നമുക്ക് വേണ്ടത്. More than that, we need the touch of our Lord Jesus Christ in our lives today. കർത്താവിന്റെ ശബ്ദമാണ് നമുക്ക് ഇന്ന് രാത്രി വേണ്ടത്. We need to hear the voice of our Lord Jesus Christ today. അവന്റെ സാന്നിധ്യം, അവന്റെ സ്പർശനം, അവന്റെ ശബ്ദം അത് ധാരാളം മതി. His presence, His voice, and His touch is more than enough for us today. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Let's lift our hands and praise God. Glory to God. Amen. അങ്ങനെയാണെങ്കിൽ പുസ്തകത്തിനപ്പുറത്ത്, അക്ഷരത്തിനപ്പുറത്ത് കർത്താവിന്റെ സാന്നിധ്യത്തെ നാം പ്രതീക്ഷിക്കുകയും അതിനായിട്ട് ഒരുങ്ങുകയും ചെയ്യണം. Apart from that, we must expect more than the Word of God and more than each and every verse that is mentioned, the presence of our Lord Jesus Christ. Praise the Lord. Praise the Lord. ഈ മൈക്ക് എന്തോ കംപ്ലൈന്റ് കാണിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Amen. നമുക്ക് പ്രാർത്ഥിക്കാം. Let's pray. Amen. Amen. എല്ലാവരും ദൈവസന്നിധിയിൽ വിനയത്തോടെ ഒരു നിമിഷം പ്രാർത്ഥിച്ചാൽ. Let us humbly submit ourselves in the presence of God. Amen. 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 Hallelujah. Glory to God. Amen. 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 നിങ്ങളാണ് കഷ്ടപ്പെട്ട് ട്രാഫിക് ബ്ലോക്കുള്ള റോഡുകളിലൂടെ വണ്ടി ഓടിച്ചിവിടെ
വന്നത്. You have traveled through the streets and through traffic to come to this convention this evening. നാളെയും ജോലി ഉണ്ടായിട്ടും ഇന്ന് രാത്രി വൈകി ഇവിടെ ഇരിക്കുന്നത് നിങ്ങളാണ്. Even though you're having jobs tomorrow, you are sitting here today evening to hear the word of God. അതെ, ഈ യോഗത്തിന് വേണ്ടി പേ ചെയ്തത് നിങ്ങളാണ്. You have paid for this convention today. അതുകൊണ്ട് എന്ത് ലഭിക്കണമെന്ന് കർത്താവിനോട് പറഞ്ഞാണ്. So what you really need to receive, talk to God and ask Him. Amen. Hallelujah. Amen. Amen. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ വരുവാനുള്ള അവകാശം തന്നതുകൊണ്ട് സ്തോത്രം. കർത്താവേ, അവിടുത്തെ മക്കളെല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഞങ്ങളോട് സംസാരിക്കണം, ഞങ്ങളെ സ്പർശിക്കണം. യേശുവിന്റെ നാമത്തിൽ. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്നാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ കർത്താവ് എനിക്ക് പ്രേരണ തന്നത്. The Lord has inspired me today to speak to you from the book of 1 John chapter 5. 1 യോഹന്നാൻ 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് രാത്രിയിലെ വചനധ്യാനത്തിന് വേണ്ടി ഇവിടെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. For our meditation today evening, let us turn to the book of the epistle of 1 John chapter 5 from verses 1 to 5. ബൈബിളുള്ള എല്ലാവരും ആ ഭാഗം എടുത്ത് ശ്രദ്ധിക്കുവാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു. All of you who have your Bibles, please turn your attention to this portion as we read from this passage. ബൈബിൾ ഇപ്പോൾ കയ്യിലില്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ആ ഭാഗം എടുത്ത് നിങ്ങൾ നോക്കണം. If you don't have your Bibles at the moment, please go home. When you go home, please turn over to that portion of meditation that we spoke to. 1 യോഹന്നാൻ 5:1. 1 John chapter 5 verse 1. ആദ്യമേ ഞാനിവിടെ മലയാളത്തിൽ വായിക്കും, അതിനുശേഷം ഇംഗ്ലീഷിൽ വായിക്കും. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്ന് അതിനാൽ അറിയാം. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? In English, whoever believes that Jesus is the Christ is born of God, and everyone who loves him who begot also loves him who is begotten of him. By this we know that we love the children of God, when we love God and keep his commandments. For this is the love of God, that we keep his commandments, and his commandments are not burdensome. For whatever is born of God overcomes the world, and this is the victory that has overcome the world, our faith. Who is he who overcomes the world, but he who believes that Jesus is the Son of God? Amen. മറ്റു പുസ്തകങ്ങൾ പോലെയല്ല ബൈബിൾ. The Bible is not like any other book. ബൈബിൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് നാം പറയാറുണ്ടെങ്കിലും ബൈബിളാണ് ഏറ്റവും ലളിതമായ പുസ്തകം. We sometimes say that we have difficulty in understanding the Bible, but the Bible is very simple. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. But there is a difference. ലോകപ്രകാരമുള്ള മറ്റേതു പുസ്തകവും പോലെയല്ല ഇത്. It is unlike the other different books that are in the world. എന്താ വ്യത്യാസം? What is the difference? മറ്റേത് ബുക്കും നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠിക്കാം. Every other book you can use your brain to study that. എന്നാൽ ഈ ബുക്ക് നിങ്ങളുടെ ഹൃദയം ഉപയോഗിച്ച് പഠിക്കണം. But this book needs your heart to study it. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, Let me tell you this clearly. ഗ്രന്ഥകാരന്റെ സഹായം കൂടാതെ ഈ ഗ്രന്ഥം മനസ്സിലാവും. You can't understand this book without a teacher.